ഇന്ന് നമുക്ക് അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മലബാർ ചിക്കൻ ഫ്രൈ നോക്കിയാലോ. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇറ്റ് ഈസ് വെരി എമ്മി ആൻഡ് ക്രിസ്പി ടു. അപ്പോൾ അതിന് ആദ്യം കാശ്മീരി മുളക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ജാറിലേക്ക് അത് ചേർത്തതിന് ശേഷം എരിവിനാവശ്യമായ പച്ചമുളക്, ചെറിയ ഉള്ളി അഥവാ ചീരുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്തിരി സുർക്കയും കൂടെ ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അധികം പേസ്റ്റ് ആക്കാതെ ഇതിൽ കാണിച്ച പോലെ വേണം ആക്കിയെടുക്കാൻ. ഇനി 1 കിലോ ചിക്കന് വരഞ്ഞോ അല്ലെങ്കിൽ കുത്തി കൊടുത്തതിനോ ശേഷം അതിലേക്ക് ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, വീഡിയോ പർപ്പസിനും വേണ്ടി മാത്രം ഇത്തിരി കളർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട, കോൺഫ്ലവർ, അരിപ്പൊടി പിന്നെ ഇത്തിരി സുർക്കയും കൂടെ ചേർത്ത് നല്ലവണ്ണം ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിച്ച് കൊടുക്കുക. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു ഓവർനൈറ്റ് വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഡീറ്റെയിൽഡ് മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്പായിട്ടുണ്ട്. ലിങ്ക് ഞാൻ ബയോയിലും കൊടുത്തിട്ടുണ്ട്, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 8 to 9 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിക്കൻ ഒരു 1 സൈഡ് റെഡി ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ബാച്ചസ് ആയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഏകദേശം 1/2 മണിക്കൂറിൻ്റെ എല്ലാ ചിക്കനും കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിൽ നിന്ന് ചിക്കൻ മുഴുവൻ മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും കൂടി നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ചേർത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സേവ് ആക്കി വെച്ചോളി, എന്നിട്ട് ട്രൈ ചെയ്തോളി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഓൾ.